ഹരേ കൃഷ്ണ, രാധേ രാധേ. ശ്രീമദ് ഭഗവത്ഗീതയിൽ 12-ാമത്തെ അധ്യായം ഭക്തിയോഗം. ഏവം സതതയുക്ത യേ ഭക്താസ്ത്വം പര്യുപാസത്തെ യേ ചാപ്യക്ഷരം അവ്യക്തം തേഷാം കേ യോഗവിത്തമാ. ഇതാണ് ചോദ്യം. ഭക്തന്മാര് അവനവന് വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത്, അവിടെയാണ് വ്യത്യാസം. ശരിക്കും ഭക്തന്റെ അവസ്ഥ ഭഗവത് കൈങ്കര്യം വിട്ടിട്ട് മറ്റൊരു കാര്യം ചെയ്യാൻ അയാൾക്ക് സാധിക്കില്ല. ഭഗവത് സ്മരണ വിട്ടിട്ട് മറ്റൊരു കാര്യം അയാളുടെ മനസ്സ് ചെയ്യുകയില്ല. അയാൾ ആകെ തന്നെ ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള ആളാണ്. സതതയുക്തന്മാരായിട്ട് അങ്ങയുടെ ഏതേതൊരു ഭക്തന്മാരാണോ അങ്ങയെ ഉപാസിക്കുന്നത്, അപ്പൊ അങ്ങനെ ഒരു കൂട്ടർ. ഇനി ഒരു കൂട്ടർ എന്താ? ഏജാപ്യ അക്ഷരം അവ്യക്തം, അവ്യക്തമായിരിക്കുന്ന അക്ഷരബ്രഹ്മത്തെ ഉപാസിക്കുന്ന മറ്റൊരു കൂട്ടർ. തേഷാം കേ യോഗവിത്തമാ. ഈ രണ്ടു കൂട്ടരില് അല്ലയോ ഗുരുവായൂരപ്പ, ആരാണ് യോഗവിത്തമന്മാരായിട്ടുള്ള ആളുകൾ? യോഗവിത്ത് എന്ന് വെച്ചാൽ യോഗത്തെ അറിയുന്നവൻ. യോഗവിത്തമൻ യോഗത്തിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ എത്തിയിട്ടുള്ള ആള്, ആ യോഗവിദ്യയുടെ പാരമ്യതയിൽ എത്തിയിട്ടുള്ള ആളുകൾ, പരിപൂർണമായ രീതിയിൽ യോഗത്തെ മനസ്സിലാക്കുന്ന ആളുകൾ, അതിനെ അനുഭവിക്കുന്ന ആളുകൾ, അതറിയുന്ന ആളുകൾ. ഇത് ആരാണ്? ഈ രണ്ടു കൂട്ടരിൽ. അതിന് ഭഗവാന്റെ മറുപടി, മയ്യാവേശ്യ മനോയേമാം നിത്യയുക്ത ഉപാസത്തെ ശ്രദ്ധയാ പരയോപേത തേമേ യുക്തതമാ മത. കൃത്യമായും ശ്രീ ഗുരുവായൂരപ്പൻ കൊടുക്കുന്ന മറുപടി എന്താ? മയ്യാവേശ്യ മനോ യേ മാം നിത്യയുക്ത ഉപാസത്തെ. അർജുനൻ പറഞ്ഞ അതേ കാര്യം. സതതയുക്തന്മാര് എന്ന് പറഞ്ഞു, ഗുരുവായൂരപ്പൻ അത് പറഞ്ഞു. നിത്യയുക്തന്മാരായിട്ട് മനസ്സ് എന്നിൽ അർപ്പിച്ചുകൊണ്ട്, മൈ ആവേശ്യ മനു, മനസ്സ് എന്നിൽ അർപ്പിച്ചുകൊണ്ട് നിത്യയുക്തന്മാരായിട്ട് ആരാണോ എന്നെ ഉപാസിക്കുന്നത്, ഏ മാം നിത്യയുക്ത ഉപാസത്തെ ശ്രദ്ധയാ പരയോപേത. അവരുടെ ശ്രദ്ധയാണ് ഏറ്റവും ഉന്നതമായ തലത്തിൽ എത്തിയിട്ടുള്ളത്. അങ്ങനെ പരമമായ ശ്രദ്ധയോട് കൂടിയിട്ടുള്ള അക്കൂട്ടരാണ് യുക്തതമാ, യുക്തതമന്മാരായിട്ടുള്ള ആളുകൾ, യോഗവിത്തമന്മാരായിട്ടുള്ള ആളുകൾ അവരാണ് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് ശ്രീ ഗുരുവായൂരപ്പൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശ്രീ ഗുരുവായൂരപ്പനിൽ മനസ്സർപ്പിച്ചുകൊണ്ട് നിത്യയുക്തന്മാരായിട്ട് നിരന്തരം ഭഗവാന്റെ കൈങ്കര്യത്തെ ചെയ്യുന്ന ആൾക്കാർ, ഭഗവാനെ ഉപാസിക്കുന്ന ആളുകൾ. അപ്പൊ മനസ്സെവിടെയാ? ഭഗവാനിൽ തന്നെ. മൈ ആവേശ്യ, അപ്പൊ അക്ഷരബ്രഹ്മത്തെ അല്ല, തന്നിൽ തന്നെ, സാക്ഷാൽ ശ്രീകൃഷ്ണനെ തന്നെ, ഗുരുവായൂരപ്പനെ തന്നെ. നിറന്ന പീലികൾ നിരക്കവേ കുത്തി എന്ന് പറഞ്ഞ് എഴുത്തച്ഛൻ വർണ്ണിക്കുന്നതായിട്ടുള്ള രൂപമുണ്ടല്ലോ മഹാഭാരതം കിളിപ്പാട്ടില്. അതേപോലെ എത്ര എത്ര ഭക്തന്മാർ അതിമനോഹരമായിട്ട് ശ്രീ ഗുരുവായൂരപ്പന്റെ ആ രൂപത്തെ വർണ്ണിക്കുന്നുണ്ട്. വിശേഷിച്ച് ശ്രീ ഗുരുവായൂരപ്പനെ ധ്യാനിക്കാൻ, ഭഗവാന്റെ രൂപം ഉള്ളിൽ കാണാൻ ഏറ്റവും ഭംഗിയായിട്ടുള്ള വർണ്ണന ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരൊറ്റ അഭിപ്രായമുള്ളൂ, അത് ശ്രീമൻ നാരായണീയത്തിലെ 100-ാമത്തെ ദശകമാണ്. ശ്രീമൻ നാരായണീയത്തിലെ 100-ാമത്തെ ദശകം നന്നായിട്ട് നിത്യം പാരായണം ചെയ്യുക, അത് മനസ്സിലാക്കുക. ഭഗവാന്റെ ആ രൂപം എത്ര മനോഹരമായിട്ടാണ്. കാരണം നേർക്ക് നേരെ മേൽപ്പത്തൂര് കണ്ടിട്ട് വർണ്ണിക്കുന്നതാണ്. ഒരാള് തൻ്റെ മനസ്സിൽ കണ്ടിട്ടോ അല്ലെങ്കിൽ ഭാവനയിൽ നിന്നോ അങ്ങനെയല്ല, നേരിട്ട് മുന്നിൽ കണ്ട ആളെ വർണ്ണിക്കുക മേൽപ്പത്തൂര്. അഗ്രേ പശ്യാമി എന്നാ വർണ്ണിക്കണത്. ഞാൻ എൻ്റെ മുന്നിൽ കാണുന്നു, ഉള്ളിൽ കാണുന്നു എന്നുമല്ല, മുന്നിൽ കണ്ടുകൊണ്ട് വർണ്ണിക്കുന്ന രൂപമാണ്. ഇത്ര മനോഹരമായിട്ട് ശ്രീ ഗുരുവായൂരപ്പനെ വർണ്ണിച്ചിട്ടുള്ളത് ആ 10 ശ്ലോകങ്ങളിൽ. ആ 100-ാമത്തെ ദശകം നിങ്ങളുടെ മനസ്സിലിട്ട് അതിനെ ലാളിക്കുക. അതിലെ ഓരോ ശ്ലോകങ്ങളും അതിലെ എങ്ങനെയാണോ ഭഗവാനെ വർണ്ണിക്കുന്നത്, അതങ്ങനെ നിങ്ങളുടെ മനസ്സിൽ പാലിൽ പഞ്ചസാര പോലെ അത് അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ ആ മാധുര്യം, ആ രൂപം നിങ്ങളിൽ സുവ്യക്തമായിട്ട് പ്രകാശിക്കും. ഏറ്റവും മനോഹരമായ രീതിയിൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ രൂപം പ്രകാശിക്കും. ഭഗവാന്റെ രൂപം എങ്ങനെയുള്ളതാണ്? അങ്ങേറ്റം മധുരമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ മനസ്സ്, ഇപ്പൊ സാമാന്യനെ നല്ല സൗന്ദര്യമുള്ളതിൽ, മാധുര്യമുള്ളതിൽ മനസ്സ് പെട്ടെന്ന് തന്നെ ചെന്ന് ചേരും. അപ്പൊ ഗുരുവായൂരപ്പന്റെ കാര്യത്തില് മാധുര്യം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ഒന്നിനും ഒരു കുറവില്ലാത്തതാണ്. ഏറ്റവും പാരമ്യതയാണ് അതിന്റെ. അപ്രകാരം മധുരരസ സമ്പൂർണമായ സൗന്ദര്യ സാര സർവസ്വമായിട്ടുള്ള ലാവണ്യസ്യൈക സാരം എന്ന് മേൽപ്പത്തൂര് പറയുന്നതായിട്ടുള്ള ആ ഭഗവാന്റെ ആ രൂപത്തിൽ ഭഗവാനിൽ തന്നെ മനസ്സർപ്പിച്ചുകൊണ്ട്
മയി ആവേശ്യ മനോ ഏ മാം നിത്യയുക്തന്മാരായിട്ട് ഭഗവാനെ ഉപാസിക്കുക. അങ്ങനെ ഭഗവാനിൽ തന്നെ മനസ്സർപ്പിച്ചുകൊണ്ട് ഭഗവാനെ ഉപാസിക്കുന്ന ആളുകളുടെ ശ്രദ്ധ എങ്ങനെയുള്ളതാണ്? ശ്രദ്ധയാ പരയോപേത. അപ്പൊ അതുകൊണ്ട് അവര് തന്നെയാണ് എങ്ങനെയുള്ള യോഗവിത്തമ്മന്മാരായിട്ടുള്ള ആളുകൾ എന്നാണ് ഗുരുവായൂരപ്പൻ പറയുന്നത്. അപ്പൊ മനസ്സിന് വളരെ പ്രാധാന്യമുണ്ട്. ഭഗവാനും എല്ലായ്പ്പോഴും പറയുമ്പോൾ പറയും എന്താ? മതിരിക ഗുണസക്ത ബന്ധകൃത്. ലോകത്തോട് നമ്മെ ബന്ധിപ്പിക്കുന്ന പ്രധാന കയറ് അതേതാ? മനസ്സാണ്. അത് പൊട്ടാത്ത ഒരു കയറാ. ആസക്തിയോടുകൂടി സംസാരത്തോട് ബന്ധിക്കപ്പെടുന്ന അതേ മനസ്സിനെ ആസക്തിയോട് കൂടിയിട്ട് നിങ്ങൾ ഗുരുവായൂരപ്പനെ ബന്ധിച്ചോളൂ. അനായാസേന നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഭഗവത് പ്രാപ്തി സംഭവിക്കും. അപ്പൊ ഭഗവാനോട് ബന്ധം ഉണ്ടാവുക, മനസ്സ് ഭഗവാനിൽ അർപ്പിക്കുക, അതാണ് ആദ്യം വേണ്ടത്. ഭഗവാന്റെ പൂജയ്ക്ക് ഇരിക്കുകയാണ്, ആ സമയത്ത് മനസ്സ് അവിടെ ഇല്ലെങ്കിലോ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ മനസ്സിന് വളരെ പ്രാധാന്യമുണ്ട്. ഇന്ദ്രിയങ്ങളിലെ പ്രമാണിയായിട്ടുള്ള ആൾ തന്നെയാണ് മനസ്സ്. മനസ്സ് പറയുന്ന അനുസരിച്ചാണ് ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളൊക്കെ കേൾക്കുക. മനസ്സിന് വേണ്ടിയിട്ടാണ്. വാസ്തവത്തിൽ മനസ്സിന്റെ കിങ്കരന്മാരെ പോലെയാണ് മറ്റിന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്. കണ്ണ് കാണുന്നത്, മനസ്സിന് ഇഷ്ടമായിട്ടുള്ള കാര്യമാണ് കണ്ണ് കാട്ടിക്കൊടുക്കുക. മനസ്സിന് കേൾക്കാൻ ഇഷ്ടമുള്ളതാണ് കാത് കേൾപ്പിക്കുക. ശരീരത്തിന് ഇഷ്ടമുണ്ട്, ഇല്ല എന്ന് പറയും. ഇഷ്ടാനിഷ്ടങ്ങൾ വളരെ പരിമിതമാണ്. പക്ഷെ മനസ്സിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അപരിമിതങ്ങളാണ്. അതങ്ങനെ പരന്നു പോകുന്നുണ്ട്. അപ്പൊ അത് പറയണതൊക്കെ കൊടുക്കാനുള്ള ഒരു വ്യഗ്രതയാണ്. മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ അപ്പൊ മനസ്സ് എങ്ങനെ നിയന്ത്രിക്കപ്പെടുക? മനസ്സ് ഭഗവാനിലേക്ക് സന്നിവേശിപ്പിക്കുക. മേൽപ്പത്തൂർ പറയില്ലേ, ത്രൈലോക്യ മഹീയസോപി മഹിതം സമോഹനം മോഹനാത് കാന്തം കാന്തി നിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപി ആശ്ചര്യം. അങ്ങനെയുള്ള ഭഗവാന്റെ ആ രൂപത്തിലേക്ക് മനസ്സിനെ സന്നിവേശിപ്പിക്കൂ. ഭഗവാനിൽ തന്നെ മനസ്സ് പ്രവേശിക്കട്ടെ. മയി ആവേശ്യ ഭഗവാനിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ഭഗവാനെ ഉപാസിക്കാൻ ശീലിക്കൂ. കൃഷ്ണനെ തന്നെ ഉപാസിക്കുന്ന ആളുകളാണ് യോഗികളിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകൾ എന്ന് ഗുരുവായൂരപ്പൻ പറഞ്ഞിരിക്കെ അതല്ല ഇതാണ് ശരി എന്ന് പറയാൻ ആർക്കും അധികാരമില്ല. കാരണം ഭഗവാന് തുല്യം ഗുരുവായൂരപ്പന് തുല്യം ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ. രാധേ രാധേ.